സിന്ധു ഒരു നദിയുടെ ഇതിഹാസ യാത്രയെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഒരുമിച്ച് ആ യാത്രയൊന്ന് പോയി നോക്കിയാലോ? ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് ജീവൻ നൽകുന്ന ഒരു നദി. അതിന്റെ തുടക്കം എവിടെ നിന്നായിരിക്കും അല്ലേ? അങ്ങ് ടിബറ്റിലെ ഒറ്റപ്പെട്ടൊരു ഗ്ലേസിയറിൽ നിന്ന് ഉരുകിയിറങ്ങുന്ന നേർത്ത ഒരു നീർച്ചാലിൽ നിന്ന്. എന്തൊരു ലളിതമായ തുടക്കമല്ലേ? അപ്പോ സിന്ധു നദിയുടെ ഉറവിടം മുതൽ അങ്ങ് കടലിൽ ചേരുന്നതുവരെയുള്ള ആ ഗംഭീര യാത്ര നമുക്ക് പിന്തുടരാം. അപ്പോ സിന്ധു ഒരു സാധാരണ നദിയല്ല, ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള പർവ്വതങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഗംഗ, ബ്രഹ്മപുത്ര എന്നീ വമ്പൻ നദികളോടൊപ്പം നിൽക്കുന്ന ഒരു ഹിമാലയൻ ജീവനാഡിയാണ് സിന്ധു. സിന്ധുവിനെ പോലുള്ള ഹിമാലയൻ നദികൾക്ക് ഒരു വലിയ പ്രത്യേകതയുണ്ട്. എന്താണെന്നോ? അവയൊരിക്കലും വറ്റാറില്ല. കാരണം മഞ്ഞുരുകുന്ന വെള്ളവും മഴവെള്ളവും കൊണ്ട് വർഷം മുഴുവൻ അവ ഒഴുകിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ നദികൾ ലക്ഷക്കണക്കിന് ആളുകളുടെ ആശ്രയമാകുന്നത്. സിന്ധു വെറുതെ ഒഴുകിപ്പോവുകയല്ല ചെയ്യുന്നത്. സത്യത്തിൽ അതൊരു ശില്പി കൂടിയാണ്. ഹെഡ്വേർഡ് ഇറോഷൻ എന്ന് പറയുന്നൊരു പ്രോസസ്സിലൂടെ നദി അതിന്റെ ഉത്ഭവസ്ഥാനത്തേക്ക്, അതായത് മുകളിലേക്ക്, പർവ്വതങ്ങളെ കാർന്നെടുത്താണ് മുന്നോട്ടു പോകുന്നത്. ഈയൊരു ശക്തിയാണ് ഭീമാകാരമായ മലയിടുക്കുകളൊക്കെ ഉണ്ടാക്കുന്നതും ഹിമാലയത്തിന്റെ രൂപം തന്നെ മാറ്റിവരയ്ക്കുന്നതും. അപ്പോ നമുക്കിനി ഈ ഭീമാകാരൻ എവിടെയാണ് ജനിക്കുന്നതെന്ന് നോക്കാം. 4000 മീറ്ററിലധികം ഉയരത്തിലാണ് അതിന്റെ കഥ തുടങ്ങുന്നത്. ടിബറ്റിലെ കൈലാസപർവ്വതനിര കണ്ടിട്ടില്ലേ? അവിടെ ഏകദേശം 4164 മീറ്റർ ഉയരത്തിൽ ബോഖാർ ചു എന്നൊരു ഗ്ലേഷ്യറുണ്ട്. അവിടെ നിന്നാണ് സിന്ധു തുടങ്ങുന്നത്. അവിടുത്തെ ആളുകൾ ഇതിനെ വിളിക്കുന്ന പേര് സിംഗി ഖംബാൻ എന്നാണ്, അതായത് സിംഹത്തിന്റെ വായ. ആ പേര് പോലെ തന്നെ എന്ത് ഗംഭീരമായ തുടക്കമാണല്ലേ? അവിടെ നിന്ന് പിന്നെ ലോകത്തിന്റെ മേൽക്കൂര എന്ന് വിളിക്കുന്ന സ്ഥലത്തൂടെയാണ് സിന്ധുവിന്റെ യാത്ര. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരമുള്ളതും ദുർഘടം പിടിച്ചതുമായ വഴികളിലൂടെയാണ് ഈ ഒഴുക്ക്. വടക്ക് പടിഞ്ഞാറോട്ടൊഴുകി ലഡാക്ക്, സൻസ്കാർ ഈ രണ്ട് ഭീമൻ പർവ്വതനിരകൾക്കിടയിലൂടെയാണ് സിന്ധു ഒരു വഴി വെട്ടിയുണ്ടാക്കുന്നത്. അതൊന്ന് സങ്കൽപ്പിച്ചു നോക്കിക്കേ. പ്രകൃതിയുടെ ഒരു വലിയ ക്യാൻവാസിൽ വരച്ചൊരു ചിത്രം പോലെയുണ്ടാവും. ഈ നദീവ്യവസ്ഥയെ നമുക്ക് വേണമെങ്കിൽ ഒരു വലിയ എക്സ്പ്രസ് ഹൈവേ ആയിട്ട് കാണാം. സിന്ധുവാണ് ആ മെയിൻ ഹൈവേ. പിന്നെ അതിലേക്ക് വന്നു ചേരുന്ന ചെറിയ ചെറിയ പോഷക നദികളില്ലേ, അവയൊക്കെ മലകളിൽ നിന്ന് ഈ ഹൈവേയിലേക്ക് കയറാനുള്ള റാമ്പുകൾ പോലെയാണ്. ഷിയോക്ക്, ഗിൽഗിത്, സൻസ്കാർ, ഹൻസ അങ്ങനെ ഒരുപാട് മൗണ്ടൻ റാമ്പുകളുണ്ട്. ഈ ചെറിയ നദികളെല്ലാം ചേരുമ്പോഴാണ് സിന്ധുവിന് അതിന്റെ മുഴുവൻ ശക്തിയും കിട്ടുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ യാത്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊന്നാണ്. ഒരു വലിയ ഹൈവേ ഇന്റർചേഞ്ച് പോലെ 5 പ്രധാന നദികൾ ഒരുമിച്ച് ചേരുന്ന ഒരു ഗംഭീര സംഗമം. ഝലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ്. കേട്ടിട്ടില്ലേ? പഞ്ചാബിന് പേര് കൊടുത്ത 5 നദികളാണിത്. ഇതിൽ ചിനാബാണ് ഏറ്റവും വലിയ പോഷക നദി. ഈ 5 നദികളും ഒരുമിച്ച് ചേർന്ന് സിന്ധുവിന് അതിന്റെ യാത്രയിൽ ഒരു പുതിയ ഊർജം കൊടുക്കുന്നു. അപ്പോൾ ഈ ചിനാബ് എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്നറിയാമോ? ചന്ദ്രഭാഗ ഇങ്ങനെ 2 പുഴകളുണ്ട്. ഇവ രണ്ടും ഹിമാചൽ പ്രദേശിലെ ടാണ്ടി എന്ന സ്ഥലത്ത് വെച്ച് ഒന്നിച്ചു ചേരുമ്പോഴാണ് ചിനാബ് എന്ന വലിയ നദി രൂപപ്പെടുന്നത്. അങ്ങനെ നമ്മൾ ഈ യാത്രയുടെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. 2880 കിലോമീറ്റർ നീണ്ടൊരു യാത്രയുടെ ക്ലൈമാക്സ്. ഈ നദിയുടെ ചരിത്രത്തിന് ലക്ഷക്കണക്കിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. പണ്ട് ഇൻഡോ ബ്രഹ്മ എന്ന പേരിൽ ഒരൊറ്റ ഭീമൻ നദി ഹിമാലയത്തിലൂടെ പടിഞ്ഞാറോട്ട് ഒഴുകിയിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ കാലക്രമേണ ഭൂമിയിലുണ്ടായ ചില വലിയ മാറ്റങ്ങൾ കാരണം ആ ഒറ്റ നദി പിരിഞ്ഞ് നമ്മൾ ഇന്ന് കാണുന്ന സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ 3 നദികളായി മാറി. അപ്പോ ഈ യാത്രയുടെ ഒരു വലിപ്പം നമുക്ക് ചില കണക്കുകളിലൂടെ നോക്കാം. സിന്ധുവിന്റെ മൊത്തം നീളം എത്രയാണെന്നറിയോ? 2880 കിലോമീറ്റർ. അത് ഒഴുകിപ്പോകുന്നത് 11,65,000 ചതുരശ്ര കിലോമീറ്ററിൽ അധികം വരുന്ന ഒരു വലിയ ഏരിയയിലൂടെയാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ. തീർന്നില്ല. ഓരോ വർഷവും ഏകദേശം 73 ക്യൂബിക് കിലോമീറ്റർ വെള്ളമാണ് ഈ നദി കടലിലേക്കെത്തിക്കുന്നത്. അപ്പൊ നോക്കൂ, നീളം, വിസ്തൃതി, ശക്തി എല്ലാം കൊണ്ടും ഇതൊരു പ്രകൃതിയുടെ അത്ഭുതം തന്നെയാണല്ലേ? അങ്ങനെ ടിബറ്റിൽ തുടങ്ങിയ ആ ഇതിഹാസ യാത്ര പൂർത്തിയാക്കി സിന്ധു നദി കറാച്ചിക്കടുത്ത് അറബിക്കടലിൽ ലയിച്ചുചേരുന്നു. നോക്കൂ, ഇത്രയും കാലം പർവ്വതങ്ങളാണ് ഈ നദിയുടെ വഴികൾ തീരുമാനിച്ചത്. പക്ഷേ ഇനി അങ്ങോട്ട് നമ്മൾ മനുഷ്യരുടെ യാത്ര, നമ്മുടെ പ്രവർത്തനങ്ങൾ ഈ മഹാനദിയുടെ ഭാവിയെ എങ്ങനെയായിരിക്കും രൂപപ്പെടുത്താൻ പോകുന്നത്? അതൊരു വലിയ ചോദ്യമാണല്ലേ?